സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളിൽ കുരുങ്ങിയ അയോധ്യ രാമക്ഷേത്രം കോടികളുടെ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം തുടരുന്നതിനിടെ സംഭാവനയായി ലഭിച്ച 60 കിലോ വെള്ളിക്കട്ടികളും കാണാനില്ല എന്നാണ് റിപ്പോർട്ട്. 4 പൂജാരിമാരെ SIT ചോദ്യം ചെയ്തു. അന്വേഷണത്തിലൂടെ സത്യം ഉടൻ പുറത്തുവരുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. വിവാദം ശക്തമായ പശ്ചാത്തലത്തിൽ ക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിട്ടേക്കും എന്നാണ് വിവരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് സംഭാവനയായി ലഭിക്കുന്ന സ്വർണം, വെള്ളി, വജ്രം അടക്കം വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകുന്നുവെന്ന ആരോപണത്തിൽ SIT അന്വേഷണം തുടരുന്നതിനിടയിലാണ് പുതിയ പരാതി. പ്രാണപ്രതിഷ്ഠാ സമയത്ത് ജുവലേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച 60 കിലോ വെള്ളിക്കട്ടികളാണ് കാണാതായത്. ആരോപണം ഉയർന്നതിന് പിന്നാലെ SIT ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയെങ്കിലും വെള്ളിക്കട്ടി സംഭാവനയായി ലഭിച്ചതിന്റെ രേഖകൾ കണ്ടെത്താനായില്ല. എന്നാൽ സംഭാവന നൽകിയ സമയത്ത് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് രസീത് കൈപ്പറ്റിയിരുന്നുവെന്നും ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ഒന്നും ഇവ പിന്നീട് കണ്ടില്ലെന്നും ജുവലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി 4 പൂജാരിമാരെ അടക്കം SIT ചോദ്യം ചെയ്തെങ്കിലും വെള്ളിക്കട്ടിയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു മൊഴി. സംഭാവന സ്വീകരിക്കാനും സൂക്ഷിക്കാനും രേഖപ്പെടുത്താനും ചുമതലപ്പെടുത്തിയവരിൽ നിന്നും SIT വിവരം തേടുന്നുണ്ട്. വിവാദം ശക്തമായ പശ്ചാത്തലത്തിൽ ക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിട്ടേക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാമക്ഷേത്രം സന്ദർശിച്ചിരുന്നു. SIT അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരുമെന്നും അതുവരെ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പ്രചാരണങ്ങളിൽ വീഴരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തതിൽ വിമർശനവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തി. ആരെയാണ് സർക്കാർ സംരക്ഷിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. अयोध्या के राम मंदिर से करोड़ों करोड़ों रुपए के चंदे की चोरी हो गई। बताया जा रहा है कि लगभग 200 करोड़ रुपए का तो कैश ही चोरी हो गया और कई हीरे जवाहरात के बक्से चोरी हो गए और एक भी FIR नहीं हुई है। ना UP पुलिस ने कोई FIR की, ना ED ने कोई FIR की, ना CBI ने कोई FIR की। केंद्र में और UP में दोनों जगह इनकी सरकारें हैं, कोई रेड नहीं, कोई गिरफ्तारी नहीं। कह रहे हैं बहुत बड़े बड़े नाम शामिल हैं, कार्रवाई हुई तो सरकार भी गिर सकती है. അന്വേഷണം ക്ഷേത്രത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കാനാണ് ലക്നൌ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള 3 അംഗ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കോടികളുടെ ക്രമക്കേട് ഉന്നയിച്ചതിന് പിന്നാലെയാണ് UP സർക്കാർ SIT നിയോഗിച്ചത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.